17-ാം രാവത്ത് പതിവായി കാണുന്ന പനിനീരിൻ നിറമുള്ള മോളാണൻ പെണ്ണ്. അവസരങ്ങളുള്ളിടത്തോളം കാലം അങ്ങനെ കമന്റ് ഇടുന്നവർക്കുള്ള മറുപടിയായിട്ട് പറയാണ്, മാറ്റിപ്പിടിക്കാൻ നിങ്ങളൊന്നും പറഞ്ഞാൽ മാറ്റിപ്പിടിക്കാൻ പറ്റുന്നതല്ല പാട്ടും കലയും കലാകാരന്മാരും കലാസൃഷ്ടികളും. മൂപ്പത്തി കഥയൊക്കെ പറഞ്ഞിക്കണ്, പഴയ പ്രണയം ഓർത്തിക്കണ്, അപ്പം കരണ്ടടിച്ചിക്കണ്, മൊത്തത്തിൽ ഷോർട്ടായി പോയിക്കണ്. കരണ്ട് പോയ സംഭവം ഗ്രീഷ്മ പറഞ്ഞ പ്രണയം നിങ്ങൾ കട്ട് ചെയ്യരുത് എന്ന് കാല് പിടിച്ച് പറയാം. കൊട്ടാര മുറ്റത്തെ പൂക്കളടർന്ന് മാനത്തെ മാറിവില്ലെങ്ങും മറിഞ്ഞ് കാട്ടിൽ മറയുന്ന രാമനെ കണ്ട് മണ്ണും മഴയെന്ന് പറഞ്ഞ ആ ഒരു പാട്ടിന്റെ കാര്യം പറയാം. അതില് ആ ഒരു പാട്ട് വന്ന സമയത്ത് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. അത് അതിന്റെ ആ ട്യൂണ് വേറൊരു പാട്ടിൽ നിന്ന് എടുത്തത് കൊണ്ട്. അപ്പൊ ആ ഒരു ശരിക്കും ആ ഒരു പാട്ടിന് വന്നിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? ഞാന് അന്ന് മിമിക്രി ആർട്ടിസ്റ്റ് പ്രോഗ്രാമിന് പോണ സമയം അത് രജനീഷ് ചേട്ടന്റെ പരിപാടിയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അന്നൊരു ഭക്തിഗാനം ഉണ്ടായിരുന്നു, മറ്റേ കൊട്ടാര മുറ്റത്തെ പൂക്കളടർന്ന് മാനത്തെ മാറിവില്ലെങ്ങും മറിഞ്ഞ് കാട്ടിൽ മറയുന്ന രാമനെ കണ്ട് നന്നിരല്ലേ. ആ ട്യൂണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടപ്പം ആ ട്യൂണിലൊരു ആൽബം ചെയ്യണം എന്നുള്ളതിൽ, സ്നേഹത്തെ പ്രണയത്തെക്കുറിച്ച് എഴുതണം എന്നുള്ളതിൽ ഷാഫിയോട് ഷെയർ ചെയ്തപ്പം പറഞ്ഞ വിത്തിൻ സെക്കൻഡിനുള്ളിൽ മണ്ണും മഴയും പ്രേമിക്കുന്നേരം എന്ന് പറയുന്ന ആ മനോഹരമായിട്ടുള്ള വരി എഴുതി തന്നിട്ട് തുടക്കം കുറിച്ചതിന്റെ പേരിലാണ് പ്രേമം എന്ന് പറയുന്ന ആൽബത്തിൽ 10 പാട്ടുകൾ അടങ്ങിയ ഒരു ആൽബം ഇറക്കാൻ പറ്റിയത്. അന്നത് പ്രശ്നമാക്കിയത് പിന്നെ ഇപ്പോഴല്ലേ എന്താ പറയാ കുറെ ആളുകൾ സോഷ്യൽ മീഡിയ ഒക്കെ, അന്നത് ഒരു 50% മാർക്കറ്റിംഗ് തന്ത്രമായിരുന്നു. സോഷ്യൽ മീഡിയ ഇല്ലാത്ത സമയത്ത് ഒരു 50% ഞങ്ങളോടും അല്ലെങ്കിൽ എല്ലാത്തിലും ഫൈറ്റേഴ്സ് ഉണ്ടാവല്ലോ, ആരൊക്കെയോ നമ്മളൊന്നും അറിയാതെ നമുക്കെതിരെ തൊടുത്തുവിട്ട ഒരു അമ്പ്. പക്ഷെ ആ അമ്പ് എന്താ പറയാ വളരെ മനോഹരമായിട്ട് ആ ഒരു വർക്കിന് പോപ്പുലാരിറ്റി ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതിനകത്ത് എല്ലാത്തിലും ഈ പ്രേമമാണ് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സബ്ജക്ട്, പ്രേമമാണ്. അത്രമാത്രം റൊമാൻറ്റിക് ആണോ ഇക്ക? ഞാൻ ഇതൊന്നും ഇട്ടൊരു ബന്ധമില്ല. ഞാൻ പാട്ട് പാടിയിട്ടുണ്ട്, കാസറ്റ് ഇറക്കിയിട്ടുണ്ട്. അതിന്റെ ഉത്തരം ഞാനൊരു പ്രേമിക്കുന്ന 24 hours അങ്ങനെയല്ല, ഒന്ന് പറഞ്ഞുതരാം. ഉള്ളില് എന്നെ സംബന്ധിച്ച് എന്റെ ലൈഫില് പ്രണയത്തിന്റെ പിന്നാലെ ഞാൻ പോയിട്ടില്ല. അത് എല്ലാ സ്ഥലത്തും പറഞ്ഞു തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരു പ്രണയിച്ചിട്ട് ഒരാളെ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുമില്ല. അതെന്തുകൊണ്ടാ അങ്ങനെ? അതായത് ജീവിത സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ടാണോ, അല്ലെങ്കിൽ അന്നത്തെ സാഹചര്യങ്ങളും ഇന്നത്തെ സാഹചര്യങ്ങളും സെയിം തന്നെയാണ് സാഹചര്യങ്ങൾ. അതില് അങ്ങനെ ഒരു സംഭവം ആസ്വദിക്കാനുള്ള ഒരു ക്ഷമ അല്ലെങ്കിൽ അതിന്റെ എഫേർട്ട് അല്ല, അത് എന്തോ അതിനകത്ത് പെട്ടിട്ടില്ല, ഇപ്പോഴും ഇല്ല. അതായത് ഒരാളെ പ്രണയിക്കുക എന്നുള്ള കൺസെപ്റ്റ് ഇല്ല. ഇവൻ ഭാര്യനോട് തന്നെ ഒരു പ്രണയം തോന്നാൻ വേണ്ടിയിട്ട് മാക്സിമം ഇപ്പൊ നമ്മൾ കല്യാണം കഴിച്ചത് പ്രേമിച്ചിട്ടല്ല, അല്ല അറേഞ്ച്ഡ് മാരേജ്. ഭാര്യനെ തന്നെ എങ്ങനെ പ്രേമിക്കണം എന്നുള്ളത് നോക്കിയിട്ട് പോലും എൻ്റെ അടുത്ത് പലതവണ നിങ്ങൾ റൊമാൻറ്റിക് അല്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ഇൻസൾട്ട് ചെയ്യുന്ന ആളാണ് എൻ്റെ വൈഫ്. എന്നാലും ഭാര്യയെ മരിക്കുന്നത് വരെ പ്രണയിക്കണം, ഇഷ്ടപ്പെടണം, റെസ്പെക്ട് ചെയ്യണം. ഭാര്യ എന്നുള്ളത് വേറെ ആർക്കും പകരമല്ലാത്ത ഒരു എന്താ പറയാ ജീവിത സഖിയായിട്ട് നമ്മുടെ ഇണയായിട്ട് കൂടെ കൊണ്ടുനടക്കണം എന്നുള്ള ഒരു താല്പര്യമുണ്ട്. ഒരിക്കലും ഭാര്യയെ ചതിക്കാതെ, വഞ്ചിക്കാതെ, പറ്റിക്കാതെ അവരെ കൂടെ എത്ര കാലം നമുക്ക് ജീവിക്കാൻ പറ്റുമോ അത്രയും കാലം ജീവിക്കണം എന്നുള്ളതാണ് കോൺസെപ്റ്റ്. പിന്നെ നമ്മുടെ ഫീൽഡിൽ നമുക്ക് പലതും നമ്മുടെ ഇടയിലേക്ക് വരും, പലതും നമ്മൾ എന്താ പറയുക കാണേണ്ടി വരും, കേൾക്കേണ്ടി വരും, അനുഭവിക്കേണ്ടി വരും. അപ്പം അതിനകത്ത് ബാക്കിയുള്ളവർ ചിന്തിക്കുന്നത് പോലെ ഗ്രീഷ്മ ചിന്തിക്കുന്നതിൽ നിന്ന് മാറി ചിന്തിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ എത്ര പ്രണയമുണ്ട്? ഇല്ല, ഒന്നുമില്ല. അതെന്താ? എത്ര പേരെ പ്രേമിച്ചിട്ടുണ്ട്? അതിപ്പോ എണ്ണ പറയാൻ പറ്റില്ല, ഏകദേശം. ഇത് ചിലപ്പോ വീട്ടുകാരൊക്കെ കാണൂലേ? എന്റേതും വീട്ടുകാരൊക്കെ കാണുമല്ലോ. അപ്പൊ എന്നോട് ചോദിക്കുമ്പം നമ്മളത് വീട്ടുകാർ കണ്ടാൽ പ്രശ്നമില്ല. നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കട്ട് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ജോയിൻ ചെയ്യാം, എന്നിട്ട് വിടാം.
അപ്പൊ എന്തായാലും കല്യാണത്തിന് മുന്നേ 2-3 പേരെ പ്രേമിച്ചിട്ടില്ലേ? ആ ഉണ്ട് ഉണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് ഇടോന്നൊന്നും എനിക്കറിയില്ല. എന്നോട് പ്രേമിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചിട്ട് എന്നെ മാക്സിമം ഉപദ്രവിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ നടന്നു നോക്കി, കിട്ടിയിട്ടുണ്ടാവും ചെറുതായിട്ട്. നിങ്ങളോട് ഞാൻ തിരിച്ചു ചോദിച്ചപ്പോൾ പ്രേമമില്ല, ഇത് വീട്ടുകാർ കാണൂലേ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചിലപ്പോൾ കട്ട് ചെയ്യായിരിക്കും. കാരണം നിങ്ങളാണ് വലുത്, നിങ്ങളുടെ ചാനൽ നിങ്ങൾ എഡിറ്ററൊക്കെ. പക്ഷെ നിങ്ങൾ തുറന്നു പറഞ്ഞ് 2 പ്രണയത്തിന് ശേഷമാണ് കല്യാണം കഴിച്ചതെന്ന്. അതോടുകൂടി തന്നെ ഇവിടുത്തെ LED ബൾബ് അടിച്ചു. ഇതിപ്പോ 2ാമത് റീടേക്കാണ്. അപ്പൊ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവർക്കൊന്നും 2, 3 ഒന്നും അല്ല, നമുക്കൊന്നും ആ ഭാഗ്യം കിട്ടുക. പക്ഷെ അത് എന്താ പറയുക, പരിശുദ്ധമായിട്ടുള്ള പ്രണയം എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും, നല്ല രീതിയിലുള്ള ഉണ്ടാവും. പക്ഷെ അത് തുറന്നു പറഞ്ഞതിൽ നിങ്ങൾ റെസ്പെക്ട് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത കളവ് പറഞ്ഞിട്ട് ഇവിടുത്തെ മൊത്തം ബൾബ് അടിച്ചുകൊണ്ടാ, സത്യം മാത്രം പറഞ്ഞു തകർത്താളി. അപ്പൊ അതും തീരുമാനമായില്ലേ, സെറ്റ്. ഇപ്പം വീണ്ടും സോഷ്യൽ മീഡിയ ഇക്കാന്റെ പാട്ടുകൾ ഏറ്റെടുത്ത് ഇങ്ങനെ ഒരുപാട് സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ സിനിമയിൽ ചാൻസ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? അങ്ങനെ സിനിമയിലോട്ട് പുതിയ ഞാൻ പറഞ്ഞില്ലേ, സോഷ്യൽ മീഡിയയിലൂടെ എനിക്ക് കിട്ടിയ സപ്പോർട്ടും എന്നെ പ്രോത്സാഹിപ്പിക്കുന്നതും എന്നെ ഇഷ്ടപ്പെടുന്നതും, ഞാൻ അറിയാതെ പോകുമായിരുന്ന കുറേ കാര്യങ്ങൾ വായിച്ചിട്ടും കണ്ടിട്ടും നേരിട്ട് കിട്ടിയിട്ടും ഇന്ന് ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും മെസ്സഞ്ചറിലൂടെയും ഫോണിലൂടെയും ആ ഒരു റിസൾട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. ഒരു കലാകാരൻ എന്ന രീതിയിൽ അതിൽ എതിർക്കുന്നവരോട് പോലും സ്നേഹമാണ്, കുഴപ്പമില്ല. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ് 2ാമത്തെ തിരിച്ചു വരവ് എനിക്ക് കിട്ടിയൊരു ഗിഫ്റ്റാണ്. പലരും ചോദിക്കുന്നുണ്ട് ഇനി തിരിച്ചു പോകരുത് കേട്ടോ. ഇനി തിരിച്ചു പോകണം, ഇത് മതിയാക്കണം എന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ മതിയാക്കും, നിർത്തും, പോകും. പിന്നെ 2ാമത് സിനിമ എനിക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഞാനൊരാഗ്രഹം എൻ്റെ ഹൃദയത്തിൽ ഒന്ന് പൊട്ടിട്ട് വിരിപ്പിച്ചാൽ മതി, സിനിമ എനിക്ക് ചെയ്യാൻ പറ്റും. സിനിമയിൽ പാടണമെങ്കിൽ അത് നടക്കും, സിനിമയിൽ അഭിനയിക്കണമെങ്കിലും അത് നടക്കും. പക്ഷെ എനിക്ക് 100% ഇപ്പൊ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. എന്താണോ നടക്കുന്നത് അത് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ, നല്ല രീതിയിൽ സ്റ്റേജ് ഷോ ആണെങ്കിലും അല്ലെങ്കിൽ പാട്ടാണെങ്കിലും ആങ്കറിങ് ആണെങ്കിലും അത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. പിന്നെ 2ാമത് ഇപ്പം ഈ ഒരു 2ാമത് തിരിച്ചുവരവിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ സന്തോഷം ഞാൻ പറയുന്നത്, ദിലേ ഫാത്തിമ ഒരു ബാൻഡാക്കി മാറ്റിയിട്ട് പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങി. പിന്നെ ബിബിൻ ജോർജ് എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സിനിമാ താരത്തെ, വലിയ കലാകാരനെ പരിചയപ്പെട്ടപ്പം കിട്ടിയ അടുത്തൊരു കോംപ്ലിമെന്റ്, ബിബിൻ ജോർജ് നന്നായിട്ട് പാടും. പറഞ്ഞ വോക്കല് അസാധ്യമാണ്, പാട്ടിന് അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പോ ബിബിൻ ജോർജും ഞാനും പിന്നെ വെടിക്കെട്ട് എന്ന് പറയുന്ന സിനിമയിലെ മ്യൂസീഷ്യൻ ഷിബു പുലർക്കാഴ്ച, ഞങ്ങൾ 3 പേരോട് ചേർന്നിട്ട് ഒരു ബിഗ് ബാൻഡ് തിയറി എന്ന് പറഞ്ഞിട്ട്, ബിബിൻ ജോർജിന്റെ പേരിൽ ബിഗ് ബാൻഡ് തിയറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരിൽ ഒരു മ്യൂസിക് ബാൻഡ്, തികച്ചും അതും ഒരു വെറൈറ്റിയാണ്. കാരണം ഇതുവരെ ഇല്ലാത്തൊരു ടീമാണ്. അത് പ്രോഗ്രാം കാണുമ്പോഴും പാട്ട് കേൾക്കുമ്പോഴും മനസ്സിലാവും, ഒരു പുതുമയുള്ള ഒരു മ്യൂസിക് ബാൻഡ് കൂടെ എന്താ പറയാ ബിബിൻ ജോർജിൽ നിന്നും അതിനോട് ചേർന്നിട്ട് ഞാനും ഷിബു പുലർക്കാഴ്ചയും ചേർന്നിട്ട് ഈ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഷോയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് രംഗത്തിറങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇനി ഉള്ള പ്രൊജക്ടുകൾ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയായിരിക്കും. എന്താണോ ഇപ്പൊ, ഇതൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ലല്ലോ, ദിലേ ഫാത്തിമ ബാൻഡ് സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല. അപ്പം എന്താണോ നമ്മളിലേക്ക് വരുന്നത് അതിലെ സത്യസന്ധമായിട്ട് വർക്ക് ചെയ്യുക, അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഭാവി പരിപാടികൾ. ഇപ്പൊ ആ കല്ലായിലെ പെണ്ണ് ഇറങ്ങിക്കഴിഞ്ഞതിന് കുറെ ഒരു ഗ്യാപ്പ് വന്നില്ലേ? അതായത് പിന്നെ റീമിക്സ് ചെയ്ത് ഇറങ്ങുന്നോടം വരെയുള്ള ഒരു ടൈമില് ഇക്ക ശരിക്കും എവിടെയായിരുന്നു? നാട്ടിൽ തന്നെയുണ്ട്. അപ്പൊ എന്താ ചെയ്തത്? കേക്ക് ഷോപ്പ് ആയിരുന്നു, കൊറോണ ടൈം തുടങ്ങിയത്. പിന്നെ അല്ലറ ചില്ലറ ഈ സോഷ്യൽ മീഡിയ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു സാധാരണ ലൈഫ് സ്റ്റൈല്. ഇപ്പൊ ഈ മാഗ്നസ് എന്ന് പറയുന്നത് ഓഡിയോസ്, അത് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞ ഈ ദിലേ ഫാത്തിമ ഇറങ്ങിയതിനു ശേഷം ഉണ്ടായതാണ്. ആ വർക്കുകൾ മൊത്തം മില്ലേനിയം ഓഡിയോസ് എന്ന് പറഞ്ഞിട്ടുള്ള, എനിക്ക് ഒരുപാട് ലൈഫിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള സജിയേട്ടൻ, അതിന്റെ ഓണർ, ആ പുള്ളിക്കാണ് ഞാൻ ഇറക്കിയിട്ടുള്ള മൊത്തം വർക്കുകൾ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കൊടുത്തത്. ഇപ്പം മില്ലേനിയം വീഡിയോസിലൂടെയാണ് ആ ഒരു വർക്ക് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കല്ലായിയൊക്കെ ശരിക്കും പാടുന്ന ഞാനാണെങ്കിലും അതിന്റെ യഥാർത്ഥ എന്താ പറയാ കോപ്പിറൈറ്റും കാര്യങ്ങളൊക്കെ അവർക്കാണ്. പുതിയ കണ്ടന്റുകൾ ഇനി ചെയ്യുകയാണെങ്കിൽ സ്വന്തമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് ഇനി ചെയ്യും. കാരണം സാധ്യതകൾ കൂടുതലല്ലേ. അപ്പൊ അതാണ്, ആ പുള്ളിയാണ് ലൈഫിൽ നമുക്കൊരു ടേണിംഗ് പോയിന്റ് ഒക്കെ തന്നത്. ഇപ്പൊ ഇക്കാക്ക ഒരാളോടൊരു ഈ പറയുന്ന പോലെ പ്രണയം ഒന്നും തോന്നിയിട്ടില്ല, പക്ഷെ എനിക്ക് പറയട്ടെ. അപ്പൊ പക്ഷെ ഇക്കാനെ കൊറേ പേരിങ്ങനെ കൊണ്ടുനടന്നിട്ടുണ്ടാവില്ലേ മനസ്സില്? കുറച്ച് പേരുണ്ടാവും.
കുറെ പേരുണ്ടാവും, എനിക്ക് അറിയാണ്ടായിരിക്കും. അല്ല, ഞാൻ അംഗീകരിക്കാത്തോണ്ടാണ്. അതാ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട്, പ്രണയിക്കുന്നവർക്ക് വേണ്ടിയിട്ട്. ഇക്കാനെ ഓർത്തിങ്ങനെ മനസ്സിൽ കുറെ നാൾ ഈ നഷ്ടപ്രണയം എന്നൊക്കെ പറയില്ലേ, അവരുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടടക്കായിരിക്കില്ലേ. പക്ഷെ ഇക്ക കൈവിട്ട് പോയില്ലേ. അതിലേക്ക് അല്ലേ, ഞാൻ അതിനെ കുറിച്ച് പറയാനൊന്നും അർഹനല്ല. പ്രണയത്തെ പറ്റി, പ്രണയം ഇല്ലാത്ത ഒരാള് സംസാരിക്കണതിൽ യാതൊരു കാര്യമില്ല. ഇപ്പൊ പ്രണയിച്ച് പോയിട്ടുണ്ടാവും, അത് ചിലപ്പോൾ പറയാതിരിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ പറയേണ്ട ആവശ്യം ഉണ്ടായിരിക്കാം, ആവശ്യമില്ലാതിരിക്കാം. ഇപ്പൊ വേണ്ടത് ഒരു 4 വരി പാട്ടല്ല, അതിന് വേണ്ടിയിട്ട് ചെറിയൊരു തീം ഉണ്ടാക്കി, അത്രേ ഉള്ളൂ. അതില് ഇപ്പോ ഞാൻ എൻ്റെ വൈഫിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട്, അത് ബാക്കിയുള്ളവർക്കും ഇഷ്ടമാണ്. അപ്പൊ ബാക്കിയുള്ളവരും കൂടെ അത് ഷെയർ ചെയ്തോ, എല്ലാവരും എടുക്കട്ടെ. 17-ാം രാവത്ത് പതിവായി കാണുന്ന പനിനീരിൻ നിറമുള്ള മോളാണിൻ പെണ്ണ്, നിറയും നീലാവത്ത് ഞാൻ നിന്നിൽ ചേരുമ്പോൾ തളിർച്ചുണ്ടിൽ ഞാനന്ന് അല്ലല്ലാലാ. ഇനി നമുക്ക് ആ കിണും കൂടി ഒന്ന് പാടിയിട്ട് നിർത്താം. സന്തോഷമായി. ഓക്കെ. അപ്പോൾ എന്തായാലും വൈറ്റ് സ്വാൻ TV ഇങ്ങനെ ഒരു അവസരം തന്നതിലും, പിന്നെ വയനാട് ചുരം ഇറങ്ങി എറണാകുളത്തെത്തി, എന്താ പറയുക, ജേർണലിസം അല്ല നിങ്ങൾ, അതിലൂടെ ഒരു പാഷനായി കണ്ടിട്ട് ഗ്രീഷ്മ എന്ന് പറയുന്ന ഒരു അവതാരികയുടെ മുന്നിലിരിക്കാൻ എനിക്കൊരു അവസരം കിട്ടിയതിലും, പിന്നെ ക്യാമറമാൻ ഇടയ്ക്ക് വന്നു പോകും, എന്നാലും അദ്ദേഹം പേര് കോഴിക്കോട്ടുകാരനായ ആദിത്യനും ഇതിൻ്റെ എല്ലാവർക്കും ഹൃദയത്തിൽ ഒരുപാട് സന്തോഷവും നന്ദിയും കടപ്പാട്. എന്തായാലും ഇതൊരു വൈൻഡപ്പ് ചെയ്യണമെങ്കിൽ ഞാൻ കേണ് പാടേണ്ടി വരും. എന്തായാലും ഗ്രീഷ്മ എന്താണോ കാണിക്കണത് അത് ഞാൻ സ്പോട്ടിൽ പാടാം. ഒന്നും കാണിക്കുന്നില്ലെങ്കിൽ ആ കാണിക്കാത്തത് പാടാം. അതായത് ജസ്റ്റ് എന്താണോ ആ ഒരു മൂമെന്റ്സ് അത് വെച്ചിട്ട് പാടാം. എല്ലാ സ്ഥലത്തും പാടുന്നതുകൊണ്ട് ചിലപ്പം ഒരു ആവർത്തന വിരസത തോന്നാം, എന്നാലും ഒരു രസത്തിന് വേണ്ടിയിട്ട് പാടാണ്. എന്നിട്ട് അതിന്റെ പഴയതും കൂടി ഒന്ന് പാടാം. പിന്നെ ഇതിനകത്ത് കമന്റ് എന്തായാലും ഒരു മാറ്റി പിടിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മളെ അച്ഛനും അമ്മേനും മാറ്റാൻ പറ്റില്ലല്ലോ. പറ്റുമോ? ഹരിമുരളീരപ്പം തലകുത്തൻ എന്നിട്ട് പാടാനോ, അല്ലെങ്കിൽ മാപ്പിളപ്പാട്ടിൽ ഇട്ടായ ഒരു പാട്ട് തലകുത്തൻ എന്ന് പാടാൻ പറ്റില്ല. അപ്പം അവസരങ്ങൾ ഉള്ളിടത്തോളം കാലം അങ്ങനെ കമന്റ് ഇടുന്നവർക്കുള്ള മറുപടി ആയിട്ട് പറയണം, മാറ്റിപ്പിടിക്കാൻ നിങ്ങളൊന്നും പറഞ്ഞാൽ മാറ്റിപ്പിടിക്കാൻ പറ്റുന്നതല്ല. പാട്ടും കലയും കലാകാരന്മാരും കലാസൃഷ്ടികളും കലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ. അപ്പം എന്തായാലും നമ്മൾ ഈ ഗ്രീഷ്മ എന്ന് പറഞ്ഞ് ഇവർ എന്നെ നിർബന്ധിച്ചതിൻ്റെ പേരിൽ ഞാൻ പാടാണ്. ഇതിനകത്ത് ഇനി ആരെങ്കിലും ഒരു മോശപ്പെട്ട കമൻ്റ് ഉണ്ടെങ്കിൽ അത് ഗ്രീഷ്മയ്ക്കുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും ഗ്രീഷ്മ ഏറ്റെടുത്തുകൊണ്ട് വിത്ത് എഗ്രിമെൻറ്റോട് കൂടിയിട്ട് ഞാൻ പാടാണ്. നമ്മൾ വന്നിക്കണ് എറണാകുളം ടൗണിൽ ഇറങ്ങിക്കണ്, നമുക്ക് ലൊക്കേഷൻ അയച്ചിക്കണ്, ലൊക്കേഷൻ തിരഞ്ഞിട്ട് വന്നിക്കണ്, വണ്ടി ഒന്ന് പോയിക്കണ്, നമ്മളെ ലൊക്കേഷൻ മാറിക്കണ്, അവിടെ വേറെ ഏതോ സ്ഥലത്തേക്ക് കയറിക്കണ്, അവിടുന്ന് സെക്യൂരിറ്റി പിടിച്ചിക്കണ്, വഴി മാറിയെന്ന് പറഞ്ഞിക്കണ്, കനാല് സൈഡിലൂടെ വന്നിക്കണ്, ചെറിയ ഇടവഴിയിലെത്തിക്കണ്, പിന്നെ മെയിൻ റോഡ് എത്തിക്കണ്, എവിടാന്ന് ചോദിച്ചിക്കണ്, ഗ്രീഷ്മ താഴോട്ടിറങ്ങിക്കണ്, നമ്മൾ കാറൊന്ന് തിരിച്ചിക്കണ്, ഗ്രീഷ്മ ഇങ്ങനെ കാട്ടിക്കണ്, നമ്മൾ കാറിന്ന് ഇറങ്ങിക്കണ്, വലിയ പെട്ടിയെടുത്ത് പോന്നിക്കണ്, ഇതൊക്കെ എന്താന്ന് ചോദിച്ചിക്കണ്, പരിപാടി കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞിക്കണ്, ഓള് അന്തം വിട്ടിട്ടിരുന്നിക്കണ്, കൈയൊക്കെ ഇങ്ങനെ പിടിച്ചിക്കണ്, എന്നിട്ട് പൊട്ടിച്ചിരിച്ചിക്കണ്, മൂപ്പത്തി കഥയൊക്കെ പറഞ്ഞിക്കണ്, പഴയ പ്രണയം ഓർത്തിക്കണ്, അപ്പം കരണ്ടടിച്ചിക്കണ്, മൊത്തത്തിൽ ഷോർട്ടായി പോയിക്കണ്, നമ്മൾ വന്നിക്കണ്, ഗ്രീഷ്മനെ കണ്ടിക്കണ്, വൈറ്റ് സ്വാൻ എന്ന് പറഞ്ഞ TV വന്നിട്ട് നമ്മൾ കുറെ കെണ് വെച്ച് പാടിക്കണ്. പഴയതുകൂടി കുറച്ച് പൈസമ്മൊക്കെ കിട്ടിക്കണ്, നമ്മൾ സ്വപ്നം കണ്ടിക്കണ്, ചികിടം മൊബൈല് വാങ്ങിക്കണ്, ഞെക്കി കുത്തി ഹലോ എന്ന് പറഞ്ഞിക്കണ്, ആരാന്ന് ചോദിച്ചിക്കണ്, കളിപ്പിക്കാണ്ട മോനെന്ന് കേട്ടിക്കണ്, വിറച്ചിട്ട് മൊബൈല് വീണിക്കണ്, പൊട്ടിട്ടില്ല പടച്ചോൻ കാത്തിക്കണ്, ബറാക്കി നടന്നിക്കണ്, ബോസെ സൂറാക്ക് വിളിച്ചിക്കണ്, ഓളെ കെട്ടിയവനതറിഞ്ഞിക്കണ്, കണ്ണുമോറും ചില്ലാക്കും പറഞ്ഞിക്കണ്, തെങ്ങുമ്മ കേറിക്കണ്, റേഞ്ചിന് മട്ടൽമ തൂങ്ങിക്കണ്, മുട്ടും കുത്തിക്ക് പൊട്ട് വീണിക്കണ്, നട്ടലിന്റെ ടവർ ബോൾട്ട് പൊട്ടിക്കണ്, നമ്മൾ പാടിക്കണ്, നിങ്ങളെ കണ്ടിക്കണ്, നമ്മൾ വന്നിക്കണ്, പരിപാടി ഇവിടെ തീർന്നിക്കണെന്ന് പറഞ്ഞിക്കണ്, ഓഫായിക്കാളി. ഇതാണ് ആ ഒറിജിനൽ പാട്ടിനകത്ത് ചെയ്തത്. സന്തോഷമായല്ലോ? സന്തോഷമായി. അപ്പൊ
നിൽക്കാണ്ട് ഇത്രയും വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് സന്തോഷം. അതിലൊരൊറ്റ റിക്വസ്റ്റും കൂടി ഉള്ളത് കട്ടയില്ല എന്ന് പ്രതീക്ഷിക്കുന്ന ആ കറണ്ട് പോയ സംഭവം ഗ്രീഷ്മ പറഞ്ഞ പ്രണയം നിങ്ങൾ കട്ട് ചെയ്യരുത് എന്ന് കാല് പിടിച്ച് പറയാം.